മുത്തശ്ശ മുത്തശ്ശ, ഇന്ന് കണ്ണന്റെ ഏത് കഥയാ പറയണേ? എല്ലാ കുട്ടികൾക്കും നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇന്ന് മുത്തശ്ശൻ കഥ പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഏത് കഥയാണെന്ന് പറയണതെന്ന് വെച്ചാൽ വലിയൊരു ആനയെ കണ്ണൻ കൊന്ന കഥ. കുവലയാപീഠം എന്ന വലിയൊരു ആനയെ കണ്ണൻ അടിച്ചു കൊന്നു എന്ന് പറയുകയാണ്. ആ കഥയാണ് കേൾക്കാൻ പോണത് കേട്ടോ. ആദ്യം ശ്ലോകം. അപ്പോൾ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം. അപ്പോൾ അത് ചൊല്ലും, അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം. വക്രതുണ്ടമഹാകായം കോടിസൂര്യസമപ്രഭം സമപ്രഭം നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖിലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. അപ്പം ഇതുപോലെ എല്ലാവരും ചൊല്ലാം. മുത്തശ്ശൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കൊക്കെ മുത്തശ്ശൻ്റെ ഒരു ഉമ്മ ആദ്യം തന്നെ. മുത്തശ്ശൻ ഇന്നലെ പറഞ്ഞില്ല, ഇന്നും കുറേ വൈകി അല്ലേ? മുത്തശ്ശന് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അതേപോലെ തൊണ്ടയും അത്ര സുഖമുണ്ടായിരുന്നില്ല. മിനിഞ്ഞാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും മുത്തശ്ശൻ്റെ ശബ്ദത്തിന് ചെറിയൊരു കുഴപ്പം. ഇപ്പോൾ ഒരുവിധം ശരിയായി. ഇന്ന് നമ്മൾ പറയാൻ പോണത് കഥ എന്താണെന്ന് വെച്ചാൽ, രാമനും കൃഷ്ണനും കുളിയും അതേപോലെ കാലത്തുള്ളതൊക്കെ കഴിഞ്ഞ് മല്ലന്മാരുടെ വലിയ ശബ്ദം കേട്ടു അവിടെ. അപ്പോൾ മല്ലയുദ്ധം, മല്ലന്മാരെ പറഞ്ഞാൽ രാജാവിൻ്റെ ഭൃത്യന്മാരായിട്ട് ദാസന്മാരായിട്ട് ചില തടിമാടന്മാരുണ്ടാവും. അവരാണ് ഈ ശത്രുക്കളെയൊക്കെ അടിക്കാനും ഇടിക്കാനും ഒക്കെ. അവരെ ജയിച്ചു കഴിഞ്ഞാൽ രാജാവിനെ ജയിച്ച പോലെയാണ്. അപ്പോൾ അത്രയും കേമന്മാരാണ് അവർ. ഈ സമയത്ത് കണ്ണൻ മല്ലയുദ്ധത്തിനാണ് പോണത്. പക്ഷേ എന്താ ഉദ്ദേശം? മല്ലയുദ്ധം കാണുക എന്നുള്ള രൂപത്തിലാണ് പോവല്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മല്ലയുദ്ധമാവാമെന്ന് കണ്ണൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഗോപുരം, വലിയ ഗോപുരമുണ്ട് മധുരയുടെ,
ആ ഗോപുരത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ വലിയൊരു ആന നിൽക്കണു. കുവലയാപീഠം എന്നാണ് ആനയുടെ പേര്. ഈ ആനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരാനയുടെ ശക്തി നമുക്കൊക്കെ അറിയാം അല്ലേ? വലിയ ശക്തിയാണ് ആനയ്ക്ക്, തടി വലിക്കാനും ഒക്കെ വലിയ കഴിവാണ്. എന്നാൽ ഈ ആനയുടെ പ്രത്യേകത എന്താ? 1000 ആനയുടെ ശക്തിയുണ്ട് ഈ ആനയ്ക്ക്. ഈ ആന എവിടെ ആദ്യം നിന്നായിരുന്നതെന്നറിയോ? പണ്ട് ജരാസന്ധൻ എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിൻ്റെ ആനപ്പന്തി, നമ്മൾ ഈ പശുക്കളെയൊക്കെ കിട്ടുന്ന തൊഴുത്തില്ലേ, അതേപോലെ വലിയ സ്ഥലമുണ്ട്, അവിടെയാണ് നിന്നിരുന്നത്. ഒരു ദിവസം അത് മദം പൊട്ടിയിട്ട് ഇറങ്ങി ഓടി. അങ്ങനെ ഓടിയപ്പോഴോ ഇവിടെ മധുരയിലേക്ക് വന്നു. കംസൻ അതിനെ പിടിച്ചു കെട്ടി എന്നാണ്. കംസൻ വലിയ ശക്തിമാനാണ്. അപ്പോൾ അതിനെ പിടിച്ചു കെട്ടി. കംസൻ്റെ ഭാര്യമാരാണ് ഈ ജരാസന്ധൻ്റെ മക്കൾ 2 പേര്. ഒരാളുടെ പേര് അസ്ഥി, മറ്റൊരാളുടെ പേര് പ്രാപ്തി. അങ്ങനെ 2 പേര് ആണ് കംസന് ഭാര്യമാരുള്ളത്. അങ്ങനെയുള്ള ആ കുവലയാപീഠം എന്ന ആനയുടെ അടുത്ത് ആരാ നിൽക്കുന്നുണ്ടാവുക? കൊമ്പൊക്കെ പിടിച്ച് ആനപ്പാപ്പാൻ. അപ്പം ഈ ആന വലിയ ശക്തിയുള്ള ആനയായതുകൊണ്ട് ആനപ്പാപ്പാനും അതിൻ്റെ അഹങ്കാരമുണ്ട്. അപ്പോൾ ആനപ്പാപ്പാനും ഇങ്ങനെ കൊമ്പം മീശയൊക്കെ പിരിച്ചു വെച്ച് ഇങ്ങനെ നിൽക്കണു. അപ്പോൾ വഴി കൂടെ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. കണ്ണനും ഏട്ടനും കൂട്ടുകാരും കൂടി വന്നപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാതെ കണ്ണൻ പറഞ്ഞു, ആനക്കാരാ, ആനയെ ഉടനെ വഴിയിൽ നിന്ന് മാറ്റിക്കോളൂ. ഇനി മാറ്റിയില്ലെങ്കിൽ നിന്നെയും നിൻ്റെ ആനയെയും ഞാൻ കാലൻ്റെ അടുത്തേക്ക് അയക്കും. അല്ലേ, യമധർമ്മൻ മരിച്ചു കഴിഞ്ഞാൽ ഉള്ള സ്ഥലം. ഇപ്പം നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയുകയാണ്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ആനക്കാരന് ദേഷ്യം വന്നു. നോക്കൂ, ഒരു 12 വയസ്സുള്ള കുട്ടികളെ 2 പേരിങ്ങനെ വന്നിട്ട് തൻ്റെ അടുത്ത് ആജ്ഞാപിക്കണു. ദേഷ്യം വന്നു ആനക്കാരന്. ഉടനെ തന്നെ ആനക്കാരൻ ആനയെ കണ്ണൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വിട്ടു. ആ തോട്ടി കൊണ്ട് കുത്തിയും വടി കൊണ്ട് അടിച്ചും ഒക്കെ. കണ്ണൻ എന്ത് ചെയ്തു? ചാടിയിട്ട് ആ ആനയുടെ മസ്തകത്തിൽ, നെറ്റിക്കാണ് മസ്തകം എന്ന് പറയുക, ആ നെറ്റിയിൽ ഒറ്റയടിയാ കൊടുത്തു. അത് കഴിഞ്ഞിട്ടോ ആനയുടെ കാലിൻ്റെ ഇടയിൽ പോയി ഒളിച്ചു. ആനയ്ക്ക് കാണാനില്ല, പിന്നിൽ നിൽക്കുമ്പോൾ ആനയ്ക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ തുമ്പി കൊണ്ട് മണം പിടിച്ച് കണ്ണനെ ഇങ്ങോട്ട് പിടിക്കണു. പിടിച്ചപ്പോഴേക്കും കണ്ണൻ അവിടുന്ന് കുതറി ആനയുടെ പിന്നിൽ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് ആ വാലുമ ഇങ്ങോട്ട് പിടിച്ചു. വാലുമ പിടിച്ച് അങ്ങോട്ട് വലിച്ചു പിറകിലേക്ക്. അങ്ങനെ വാല് പിടിച്ച് ഇടത്തോട്ടും വലത്തോട്ടും തിരിച്ച് ആനയ്ക്ക് വല്ലാതെ കഷ്ടപ്പാടായി. അങ്ങനെ ആനയെ പുറകിലേക്ക് ഒരു 40 മീറ്റർ എന്ന് വെച്ചാൽ 25 വിൽപ്പാട് എന്ന് പറയും. അതിനെയാണ് 40 മീറ്റർ എന്ന് നമുക്ക് പുതിയ കണക്കിൽ പറയണത്. അതങ്ങോട്ട് വാലങ്ങോട്ട് വിട്ട് കഴിഞ്ഞപ്പോൾ ആന മൂക്ക് കുത്തി അങ്ങോട്ട് വീണു. വീണ്ടും ചാടി എഴുന്നേറ്റു. വീണ്ടും മസ്തകത്തിൽ ആഞ്ഞടിച്ചു കണ്ണൻ. വീണ്ടും ഓടാൻ തുടങ്ങി. ആനക്കാരനിങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. ആന കൊലവിളി എന്ന് പറയില്ലേ, അങ്ങനെ കൊലവിളിച്ചും കൊണ്ട് കൃഷ്ണൻ്റെ നേരെ വരണു. കൃഷ്ണൻ പെട്ടെന്ന് താഴെ അങ്ങോട്ട് വീഴണത് പോലെ കാണിച്ചു. ആന തൻ്റെ കൊമ്പ് കൊണ്ട് കണ്ണനെ ആഞ്ഞൊരു കുത്തങ്ങോട്ട് കുത്തി. കണ്ണൻ അവിടുന്ന് ഉരുണ്ടു മാറി. ആനയുടെ കൊമ്പ് ഭൂമിയിൽ അങ്ങോട്ട് തുളച്ചു കയറി. ആന കൊമ്പ് വലിച്ചെടുത്തു. ദേഷ്യത്തോടു കൂടി കണ്ണൻ്റെ അടുത്തേക്ക് വീണ്ടും വന്നു. തുമ്പിക്കൈയിൽ ഇങ്ങോട്ട് പിടിച്ചു. ആനയെ താഴേക്ക് തട്ടിയിട്ടു കണ്ണൻ. എന്നിട്ട് ആ മസ്തകത്തിൽ ചവിട്ടി നിന്ന് അതിൻ്റെ 2 കൊമ്പുകൾ ഇങ്ങോട്ട് വലിച്ചിങ്ങോട്ട് എടുത്തു. ആനക്കൊമ്പ് കണ്ട് തന്നെ ആനക്കാരനൊന്ന് കൊടുത്തു. തൻ്റെ കൈ കൊണ്ട് ആനയുടെ മസ്തകത്തിൽ ആഞ്ഞൊരടി. 2ഉം അവിടെ ചത്തു വീണു. ഈ ആനയുടെ കൊമ്പ് ഒരെണ്ണം ഏട്ടന് കൊടുത്തു, വേറൊരെണ്ണം അവിടുന്ന് അനിയൻ സ്വയം കണ്ണനെടുത്തു. എന്നിട്ട് 2 പേരും കൂടി നേരെ മല്ലയുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് നടന്നു ചെന്നു. അങ്ങനെ ചെല്ലുമ്പോൾ ഓരോരുത്തർക്കും കണ്ണനെ തോന്നണത് ഓരോ തരത്തിലാത്രേ.
മല്ലന്മാർക്കിടിവാൾ. അരമല്ലന്മാരെ നേരത്തെ പറഞ്ഞില്ലേ, ചാണൂരൻ, മുഷ്ടികൻ തുടങ്ങിയവർ. അവർക്ക് വലിയൊരു ഇടിമിന്നൽ പോലെ തോന്നി. സാധാരണ ആളുകൾക്ക് അവരുടെ രാജാവാണെന്ന് തോന്നി. രാജാക്കന്മാർക്കോ അവരുടെ ചക്രവർത്തിയാണെന്ന് തോന്നി. സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ആ സുന്ദരനായിട്ട് കണ്ണനെ തോന്നി. പിന്നെയോ ഗോപന്മാർക്ക് സ്വന്തം കൂട്ടുകാരനായിട്ട് തോന്നി. രാജാക്കന്മാർക്ക് അവരെ ശിക്ഷിക്കാമെന്ന ആളായിട്ട് തോന്നിയപ്പോൾ കംസന് തൻ്റെ കാലൻ തന്നെ വരണതുപോലെ തോന്നി. ദേവകീ വസുദേവന്മാർക്ക് സ്വന്തം ഉണ്ണിയായിട്ട് തോന്നി. എന്നാൽ ഒന്നും അറിയാത്ത ആളുകൾക്ക് ഒരു ഇടയബാലനെ പോലെ തോന്നി. യോഗികൾക്കോ വലിയ ഋഷീശ്വരന്മാർ, മുനികൾ, അവർക്ക് സാക്ഷാൽ ഈശ്വരനായിട്ട് ഭഗവാൻ എങ്ങനെ തോന്നി. അതേപോലെ തന്നെ യാദവന്മാർക്ക് അവരുടെ രക്ഷകനായി, പരദേവതയായി തോന്നി. അങ്ങനെ എല്ലാവർക്കും ഒരേ ഒരു കൃഷ്ണനേ ഉള്ളൂ, പക്ഷെ എല്ലാവർക്കും ഓരോ തരത്തിൽ തോന്നി കണ്ണനെ. ആന കൊല്ലപ്പെട്ടു, അതേപോലെ പാപ്പാൻ കൊല്ലപ്പെട്ടു. കംസന് പേടി വന്നു തുടങ്ങി. രാമനെയും കൃഷ്ണനെയും തനിക്ക് തോൽപ്പിക്കാൻ സാധിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ തോന്നി. അങ്ങനെ ജനങ്ങൾ, അവിടെ കാണാതിരിക്കുന്ന ആളുകളൊക്കെ കണ്ണൻ്റെയും രാമൻ്റെയും കഥകളൊക്കെ പറയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു ചിലരൊക്കെ, ഇത് സാക്ഷാൽ ഈശ്വരൻ തന്നെയാണ് ഈ കണ്ണൻ. കാളിയനെ ആ ദർപ്പം അഹങ്കാരം തീർത്തത്, ഗോവർദ്ധനം ഉയർത്തിപ്പിടിച്ചത്, അതേപോലെ തീയ കഴിച്ചത്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാദ്യങ്ങൾ, വലിയ പെരുമ്പറയൊക്കെ ഉണ്ട്, വലുതിങ്ങനെ കണ്ടിട്ടില്ലേ, അതിലിങ്ങനെ വന്നിങ്ങനെ അടിക്കണു ശബ്ദം. അപ്പം ചാണൂരനാണ് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, നിങ്ങൾ രണ്ടുപേരും മല്ലയുദ്ധത്തിൽ വലിയ കേമന്മാരാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളുമായിട്ട് യുദ്ധം ചെയ്യണം. രാജാവ് നമ്മൾ തമ്മിലുള്ള യുദ്ധം കാണാനാണ് ഇരിക്കുന്നത്. ഇപ്പം രാജാവിന് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം സമ്മാനം കിട്ടും. ഇനി രാജാവിന് ഇഷ്ടപ്പെടാത്തത് ചെയ്താലോ നിങ്ങൾക്ക് ശിക്ഷ കിട്ടും. അപ്പം നിങ്ങൾ പശുക്കുട്ടികളെ മേച്ചും കൊണ്ട് മല്ലയുദ്ധം ചെയ്ത് കളിക്കാറില്ലേ, അതേപോലെ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് കളിക്കണം. അപ്പോൾ വേഗം വരൂ എന്ന് പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ ഗോപന്മാർ അവിടെയൊക്കെ കളിക്കാറുണ്ട്. പക്ഷെ നിങ്ങളുടെ പോലെയുള്ള വലിയ ആളുകളുടെ അടുത്ത് ഞങ്ങളെങ്ങനെയാണ് കളിക്കുക? ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനൊന്നും അറിയില്ല. നിങ്ങൾ വലിയ ആളുകളല്ലേ, ഞങ്ങൾ ശക്തി കുറഞ്ഞ ആളുകൾ. അതുകൊണ്ട് ഇങ്ങനൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശരിയല്ല, നിങ്ങളെ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ചാണൂരനും മുഷ്ടികനൊക്കെ കുറച്ചുകൂടി അഹങ്കാരം കൂടി. എങ്കിലും ചാണൂരൻ പറഞ്ഞു, 1000 ആനയുടെ ശക്തിയുള്ള ഈ വലിയ ആനയെ കൊന്ന് നിങ്ങളാണോ ശക്തിയില്ല എന്ന് പറയണത്? നിങ്ങൾ വലിയ കേമന്മാർ തന്നെയാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് കൃഷ്ണ, നീ ഞാനുമായിട്ട് യുദ്ധം ചെയ്യണം, ചാണൂരൻ പറയുകയാണ്. പിന്നെ രാമ, നീ മുഷ്ടികനോടും യുദ്ധം ചെയ്യണം എന്ന് അവർ നിർബന്ധിക്കുന്നു. അത് കേട്ടപ്പോൾ കണ്ണൻ വിചാരിച്ചു, എന്നാൽ അങ്ങനെ ആവാം എന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ണൻ ഈ ചാണൂരനോടും ബലരാമൻ മുഷ്ടികനോടും യുദ്ധം ചെയ്യാനായിട്ട് ആരംഭിച്ചു എന്ന് പറയുന്നു. ഇനി ആ യുദ്ധവും അതിനൊടുവിൽ കണ്ണൻ തൻ്റെ അമ്മാവനായതുകൊണ്ട് കാര്യമില്ല, ദുഷ്ടനാണ്. അതുകൊണ്ടാണ് കണ്ണൻ ആ അമ്മാവനെ കൊല്ലാൻ തീരുമാനിച്ചത്. ആ കണ്ണൻ അമ്മാവനെ കൊല്ലുന്നതായിട്ടുള്ള രംഗം. കണ്ണൻ്റെ അമ്മാവൻ്റെ പേരെന്താ? കംസൻ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആ കംസനെ കൊല്ലുന്ന കണ്ണൻ്റെ മറ്റൊരു ലീല, അതാണ് നമ്മളിനി നാളെ കേൾക്കാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു ഉമ്മ തന്നു, ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ചക്കര ഉമ്മ. അപ്പം എല്ലാവരോടും പറയണു, ഇതിപ്പോൾ ഇന്നലത്തെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വൈകാതെ മുത്തശ്ശനെ അയച്ചു തരാം. അപ്പോൾ അതിൽ ആ യുദ്ധമൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും.
അപ്പം ശരി, ഓക്കെ, ബൈ ബൈ, സീ യു.